ഔലിയാക്കളെ ലോകം അങ്ങനെയല്ലേ സഹോദരങ്ങളെ? നമ്മൾ കാണുന്ന രൂപത്തിൽ ഔലിയാക്കൾ ഇബാദത്ത് ചെയ്യണമെന്ന് നടക്കണ കേസല്ല. ഇപ്പൊ അതാ പറയുന്നത്, CM വലിയുള്ളാഹി നിസ്കരിക്കാത്ത കാലം, നിസ്കരിക്കാത്ത നമ്മൾ കാണുന്ന രൂപത്തിൽ നിസ്കരിച്ചിട്ടില്ല. കുറഞ്ഞ കാലം നിസ്കരിക്കലില്ല. നിങ്ങൾ കാണുന്ന രൂപത്തിൽ നിസ്കരിക്കണം എന്നല്ല പറഞ്ഞു കേട്ടോ. ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മുഴുവനും അവരൊരു കൈ കുമ്പുറക്ക് പോകാം. ഇത് പണ്ടേ ഉള്ളതാ. മഹാനായ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലം അവരാരാ? ഖുതുബാൻ. ഖുതാബുൽ അർബഅ, 4 ഖുതാബികളിൽപ്പെട്ട മഹാന മുഹയ്യിദ്ദീൻ ശൈഖ്, റിഫായി ശൈഖ്, ഇബ്രാഹിം അദ്ദസൂഖി, മഹാനായ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹും. മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലം അന്ന് വലിയൊരു ആലിമുണ്ടായിരുന്നു, മഹാനായ ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു. അക്കാലത്തെ ആലിമീങ്ങളിൽ പ്രമുഖരായിരുന്നു. അവര് പറഞ്ഞു, ഈ അഹ്മദുൽ ബദവി നിസ്കരിക്കുന്നത് കാണുന്നില്ല. അങ്ങനെ ഒരിക്കൽ ചെന്നു ഇബ്നു ദഖീഖുൽ ഈദ് എന്ന പണ്ഡിതൻ അഹ്മദുൽ ബദവി തങ്ങൾ എടുത്തിട്ട് ചെന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ നിസ്കരിക്കുന്നത് ഞങ്ങൾ കാണുന്നില്ലല്ലോ, നിങ്ങൾ നിസ്കരിക്കാറില്ലേ? ചോദ്യം കേട്ടപ്പോൾ അഹ്മദുൽ ബദവി തങ്ങളല്ലേ, മഹാനവറുകൾ വലിയ കറാമത്തുള്ള മഹാനാണ്. നിസ്കാരാർക്കും ഒഴിവാവൂല. പക്ഷെ അവര് നിസ്കരിക്കുന്നത് നമ്മൾ കാണണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണോ? അതാണ് അഹ്മദുൽ ബദവി തങ്ങളെ, മഹാനായ ഇബ്നു ദഖീഖുൽ ഈദ് തങ്ങളെ ഒരൊറ്റ തട്ടങ്ങ് കൊടുത്തു. ആ തട്ടിൽ അവരെത്രയോ കിലോമീറ്റർ അപ്പുറം ചെന്ന് വീഴുകയാണ്. ഏതാണ് പ്രദേശമെന്നറിയൂല, ഒഴിഞ്ഞ ഒരു പ്രദേശം. ഇബ്നു ദഖീഖുൽ ഈദ് ഇങ്ങനെ ഇരിക്കുമ്പോ ആരെയും കാണുന്നില്ല, ഏതാ നാട് എന്നറിഞ്ഞൂടാ. അപ്പോഴുണ്ട് ഒരാളിങ്ങനെ വരുന്നു, സുമുഖനായ ഒരാൾ. ചോദിച്ചു, പറഞ്ഞു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഖിദർ നബിയാണെന്ന് മറുപടി പറഞ്ഞു. നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? അപ്പൊ പറഞ്ഞു, അഹ്മദുൽ ബദവി തങ്ങളോട് എന്താ നിസ്കരിക്കാത്തത് എന്ന് ചോദിച്ചതാണ്. ഒരൊറ്റ തട്ടങ്ങ് കിട്ടിപ്പോയി, ആ തട്ടിൽ ഞാൻ ഇവിടെ എത്തിപ്പോയതാണ്. ഖിദർ നബി ചോദിച്ചു, അവരോടൊക്കെ ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? അവര് ഫുള്ള് അള്ളാഹിനോട് നിസ്കാരത്തില്ല, ജാഗ 4-5 കുമ്പിടും. അത് മുഴുവനും ചിന്ത മറ്റതുമായിരിക്കും. പണ്ട് മമ്പറന്നങ്ങൾ ജുമയ്ക്ക് പോരുന്നില്ല എന്ന് കംപ്ലൈന്റ് ആയപ്പോ ഞാൻ ഒന്ന് വരാറെന്ന് പറഞ്ഞു. വന്ന് തിരുവിലങ്ങാടി വലിയ പള്ളിയിൽ ഖത്തീബാണ്, അന്നത്തെ ഖാദിയാരി, നിസ്കാരം തുടങ്ങി. മമ്പറന്നങ്ങൾ വേക്കലുണ്ട്. അന്ന് 17 വയസ്സുള്ള കുട്ടിയാ മമ്പറന്നങ്ങൾ പാപ്പ. ജുമുഅ നിസ്കാരം കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ മമ്പറന്നങ്ങൾ പാപ്പ എന്ത് ചെയ്ത്, കൈയൊക്കെ കഴിച്ചിട്ട് തങ്ങൾ ഇറങ്ങിപ്പോയി. ആകെ വിവാദമായി നാട്ടില്. ഖാദിയാര നിസ്കാരത്തിന് തങ്ങൾ പാപ്പ പോയിന്നായി. ആളുകൾ ചോദ്യം ചെയ്തു മമ്പറന്നങ്ങളെ വിളിച്ചിട്ട്, ഞങ്ങളെ ഖാദിയാർ ഇവിടെ നിസ്കരിക്കുമ്പോൾ എന്തേ കൈ കഴിച്ചിട്ട് പോയത്? മമ്പറന്നങ്ങൾ പറഞ്ഞു, ഞാൻ ഈ പശുവിനെ വിൽക്കാൻ നിസ്കാരത്തിൽ ഇങ്ങനെ പശുവിനെ വിൽക്കുന്ന ആളെ പിന്നിലൊന്നും ഞാൻ തുടരുന്നില്ല, അതുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞു. പ്രശ്നമായി. ഖാദിയാരെടുത്ത് വന്നു ആളുകൾ. ഖാദിയാരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നം പറയുന്നുണ്ട്, അതുകൊണ്ട് മമ്പറന്നങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്യണം. ഖാദിയാരെ ചൂപ്പരെന്താ പറഞ്ഞു? അപ്പൊ പറഞ്ഞു, അത് ഇമാമ നിസ്കാരത്തിന്റെ ഇടയിൽ പശുവിനെ കച്ചവടം ചെയ്യുന്ന തിരക്കിലെന്ന്, അതുകൊണ്ട് ഞാൻ പോയതാണ്. അപ്പൊ ഖാദിയാര് നല്ലൊരു മനുഷ്യനാ, പൊന്മളൊന്നുമല്ല, കിബറില്ല. അതുകൊണ്ട് ഖാദിയാരി പറഞ്ഞു, സംഗതി തരിക, മൂപ്പരൊന്നും ചെയ്യണ്ട, ഞാന് ജുമുഅ കഴിഞ്ഞിട്ട് ഒരു പശുവിനെ കച്ചവടാക്കാനുണ്ടായിരുന്നു. അപ്പൊ ആ കച്ചവടം ചെയ്യുന്ന ആള് ഞാൻ ഖുതുബ ഓതുമ്പോൾ മുന്നിലിരിക്കുന്നുണ്ട്. അപ്പൊ നിസ്കാരത്തിൽ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചുപോയി, നിസ്കാരം കഴിഞ്ഞിട്ട് ഏതായിരിക്കും ആ പശു, എത്ര ആയിരിക്കും അതിന് വില? ഇതായിരുന്നു എന്റെ ചിന്ത. ആ ചിന്ത മമ്പറന്നങ്ങൾ പാപ പിന്നെന്നറിയാണ്. അതാ പറഞ്ഞു, പശുവിനെ കച്ചവടം ചെയ്യുന്ന ആളെ പിന്നിൽ തുടരാൻ എന്നെ കിട്ടൂല. അപ്പോ മഹാനവറുകളുടെ മുന്നിൽ പിന്നെ ഖാദിയാരി വളരെ നല്ല രൂപത്തിൽ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാണ്ടായത്. അതേപോലെ ഇബ്നു ദഖീഖുൽ ഈദ് തങ്ങൾ എവിടെയോ എത്തി. അവര് പറഞ്ഞു, ഞാൻ എന്താ ഇനി ചെയ്യാ? ഖിദർ നബി പറഞ്ഞു കൊടുത്തു, നോക്കുക, വലിയ കുബ്ബ കാണുന്നില്ലേ? ആ കുബ്ബയിൽ വലിയ ജമാഅത്ത് നിസ്കാരം നടക്കാറുണ്ട്. അത് വലിയ വലിയ ഔലിയാക്കളും അമ്പിയാക്കളും പങ്കെടുക്കുന്ന നിസ്കാരമാണ്. അവിടെ നിങ്ങൾ നിന്നോ. ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഒരാൾ കയറി നിൽക്കും മിഹ്റാബിലേക്ക്, ആളെ ശരിക്കും നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അസ്ർ ബാങ്ക് കൊടുത്തു. ഇബ്നു ദഖീഖുൽ ഈദ് തങ്ങൾ ഇങ്ങനെ നോക്കുക. അപ്പോഴുണ്ട് ഒരാൾ മിമ്പറിലേക്ക് വരുന്നു. ശരിക്കും നോക്കി, അഹ്മദുൽ ബദവി തങ്ങളാ. നിസ്കരിക്കലില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞ മഹാനാണ് എന്ത് ചെയ്യുന്നത്, വലിയ ജമാഅത്തിന് ഇമാമത്തങ്ങ് നിൽക്കുന്നത്. സലാം കിട്ടിയപ്പോ ഇബ്നു ദഖീഖുൽ ഈദ് തങ്ങൾ അവിടുത്തെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു, മാപ്പ് പറഞ്ഞു. ഒരു തട്ട് ഇങ്ങോട്ടും കൊടുത്തു. അത്തട്ടിന് ഇവിടെ നാട്ടിൽ തന്നെ എത്തിയും ചെയ്തു. ഫ്ലൈറ്റ് ഒന്നും ആവശ്യമില്ല ഇതിന്. പക്ഷെ നമ്മളെ പൊന്മളെന്ത് പറഞ്ഞ്, ഈ സംഭവം എടുത്തുദ്ധരിച്ച് പൊന്മളെന്ത് പറഞ്ഞു എന്നറിയോ? എന്താ പറഞ്ഞേ? അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഔലിയാക്കളെ ചോദ്യം ചെയ്യാന്ന് മനസ്സിലായി. എങ്ങനെയുണ്ട് ചോദ്യം ചെയ്ത ആൾ കുടുങ്ങിയ സംഭവാദി. ഈ രൂപത്തിൽ തെളിവ് പറഞ്ഞാൽ
സംഗതി നടക്കുമോ സഹോദരങ്ങളെ? അപ്പൊ ഔലിയാക്കളുടെ ലോകമെന്ന് പറയുന്നത് അതിനെ ചോദ്യം ചെയ്താൽ അത് നടക്കൂല. അതാണ് നിങ്ങൾ ആലോചിച്ച്. ഇന്ന് തസവുഫിന്റെ വഴിയിൽ